മലപ്പുറം മൂത്തേടം പഞ്ചായത്തിലെ ആദിവാസികളുടെ കുടിവെള്ള പ്രശ്നത്തിന് ശാശ്വത പരിഹാരമായില്ല. ലക്ഷങ്ങൾ മുടക്കി നിർമ്മിച്ച കുടിവെള്ള പദ്ധതിയിൽ നിന്നും വെള്ളം ലഭിക്കാൻ സ്വകാര്യ വ്യക്തി കനിയേണ്ട അവസ്ഥയാണിപ്പോൾ. കരുളായി വനം റേഞ്ചിന് കീഴിലെ പടുക്ക വനമേഖലയിലുള്ള തീക്കടി കാട്ടുനായ്ക്ക കോളനിയിൽ 29 ആദിവാസി കുടുംബങ്ങളാണ് കഴിയുന്നത്. ഈ കുടുംബങ്ങൾക്കായി ലക്ഷങ്ങൾ ചിലവഴിച്ച് നിർമ്മിച്ച കുടിവെള്ള പദ്ധതി നോക്കുകുത്തിയായി മാറിയിരിക്കുകയാണ്. ITDPയുടെ കോർപ്പസ് ഫണ്ടായ 17.15 ലക്ഷം രൂപ ഉപയോഗിച്ച് നിർമ്മിച്ച പദ്ധതിയാണ് ഉപയോഗശൂന്യമായത്. പദ്ധതിക്കായി നിർമ്മിച്ച കിണർ വേനൽ കനത്തതോടെ വറ്റി വരണ്ടു. കോളനിക്ക് സമീപത്തെ കൃഷിയുടമ കനിഞ്ഞു നൽകുന്ന വെള്ളമാണ് ഇപ്പോൾ ഇവരുടെ ഏക ആശ്രയം. പ്രദേശത്ത് നടപ്പാക്കിയ പദ്ധതി 1 വർഷം തികയും മുമ്പേ ഉപയോഗശൂന്യമായതിനെ തുടർന്ന് സ്ത്രീകളടക്കമുള്ളവർ പ്രതിഷേധത്തിലാണ്. പ്രവൃത്തി പൂർത്തീകരിച്ച് 1 വർഷം പോലും ആയിട്ടില്ലാത്ത ഈ പദ്ധതി കൊണ്ട് ഗുണഭോക്താക്കൾക്ക് പ്രയോജനമില്ലെന്നും ജില്ലാ കളക്ടർ അടക്കമുള്ളവർ പരാതി നൽകിയിട്ടുണ്ടെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് P. ഉസ്മാൻ പറഞ്ഞു. ഈ കിണർ കൊണ്ട് യാതൊരു പ്രയോജനം ഇവർക്ക് ലഭിച്ചില്ല. വേനൽക്കാലത്താണ് വെള്ളം വേണ്ടത്. പക്ഷേ കഴിഞ്ഞ ജൂലൈ മാസം ഇത് പണി നിർത്തിപ്പോയി. ഇപ്പോൾ തൊട്ടടുത്ത ആളുടെ ചെറിയൊരു കാരുണ്യം കൊണ്ട് കുറച്ച് വെള്ളം കിട്ടുന്നുണ്ട്. നമ്മൾ പഞ്ചായത്ത് അത് വെള്ളം എത്തിക്കാൻ വേണ്ടി നടപടി സ്വീകരിക്കുന്നുണ്ട്. കലക്ടർക്കുമായി അതിൻ്റെ നിവേദനം അയച്ചിട്ടുണ്ട്. പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നതുകൊണ്ട് വെള്ളം അടിക്കാത്ത പ്രയാസമുണ്ട്. എന്തായാലും ഈ പദ്ധതി വളരെ പരാജയമാണെന്ന് ഈ അവസരത്തിൽ പറയാനുള്ളത്. ബന്ധപ്പെട്ട കലക്ടറെയൊക്കെ അറിയിച്ചിട്ടുണ്ട്, അവിടെ ശ്രദ്ധയപ്പെടുത്തിയിട്ടുണ്ട്, നിർമ്മിതി അറിയിച്ചിട്ടുണ്ട്. നിർമ്മിതി വേണ്ടത്തിൽ അവർ സഹകരിക്കുന്നില്ല എന്നുള്ളതാണ് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കോളനിയിൽ കുടിവെള്ളം വിതരണം ചെയ്യാൻ ജില്ലാ കളക്ടറുടെ അനുമതിക്കായി പഞ്ചായത്ത് കത്ത് നൽകിയിട്ടുണ്ടെന്നും പ്രസിഡന്റ് അറിയിച്ചു. കേരള വിഷൻ ന്യൂസ്, മലപ്പുറം.